അങ്ങനെ 2023 ആദ്യത്തെ പ്രൊഡക്റ്റ് റിലീസുമായിട്ട് ആപ്പിൾ എത്തിയിരിക്കുകയാണ്. ഇതൊരു പ്രസ് റിലീസായിട്ടാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകളിലേക്ക് എത്തിയിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞ് കാണാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇതൊരു ഇവൻ്റായിട്ട് ആപ്പിൾ നടത്താത്തതിൻ്റെ പ്രധാന കാരണം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളുടെ ഇന്റേണൽസ് മാത്രമാണ് ഇതിൽ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ആപ്പിളിൻ്റെ പുതിയ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. 2023 ജാനുവരി ആപ്പിളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവരൊരു വർഷത്തിന്റെ തുടക്കത്തിൽ ആപ്പിളിന്റെ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നത്. ആപ്പിളിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ആപ്പിൾ യൂഷ്വലി ഒരു വർഷത്തിന് ആദ്യത്തെ മാസം ഒന്നും ഒരു പ്രൊഡക്റ്റും ലോഞ്ച് ചെയ്യാറില്ല. അല്ലെങ്കിൽ ഇനിയിപ്പം ലോഞ്ച് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് സ്പ്രിംഗ് ഇവൻറ്റ് മാർച്ചിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് സ്പ്രിംഗ് ഇവൻറ്റിന് മുന്നെയാണ് ഇപ്പം ആപ്പിൾ ഈ ഒരു പ്രോഡക്റ്റ് അനൗൺസ് ചെയ്തേക്കുന്നത്, ജാനുവരി തന്നെ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ഇവൻറ്റിൽ ഇതൊന്നുമല്ല, ഇതിന് മേളിൽ എന്തോ സംഭവം വരാനുണ്ട്. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആപ്പിളിൻ്റെ AR VR ഹെഡ്സെറ്റ്. അപ്പോൾ ആ ഒരു ഇവൻറ്റിലേക്ക് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ പോകാം. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ പ്രൊഡക്റ്റ് ലോഞ്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ചയാണ് ആപ്പിളിൻ്റെ പുതിയ M2 പവർ ചെയ്യുന്ന മാക് മിനി, അതോടൊപ്പം തന്നെ പുതിയ 16 ഇഞ്ചും അതോടൊപ്പം 14 ഇഞ്ച് MacBook Proയും ആപ്പിൾ ലോഞ്ച് ചെയ്ത്. അതിനുശേഷം ഇന്നലെ ബുധനാഴ്ചയാണ് ആപ്പിൾ ഒരു പ്രോഡക്റ്റും കൂടെ അവരുടെ കാറ്റഗറിയിൽ ആഡ് ചെയ്ത് HomePod. അതായത് നമുക്കറിയാം പ്രീവിയസിലുണ്ടായിരുന്ന HomePod ഫസ്റ്റ് ജനറേഷൻ, ആ ഒരു ടവർ ലൈക്ക് സ്ട്രക്ചറുള്ള HomePod, അത് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടാണ് ആപ്പിൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം ഇന്നലെ ബുധനാഴ്ചയാണ് ആപ്പിൾ പുതിയ HomePod സെക്കൻഡ് ജനറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് M2 പ്രൊസസ്സറിൽ നിന്ന് തുടങ്ങാം. M2 SoC. ഇപ്പം കറൻ്റ്ലി നമ്മുടെ ലൈനപ്പിലുള്ള 2 മാക്കുകൾ കഴിഞ്ഞ വർഷം മുതലേ M2ലാണ് റൺ ചെയ്യുന്നത്. ഒന്ന് നിങ്ങൾക്കറിയാം MacBook Airഉം എൻട്രി ലെവൽ MacBook Airഉം അതോടൊപ്പം തന്നെ 13 ഇഞ്ച് MacBook Proയും. ഇതിൽ M2ൻ്റെ പ്രൊസസ്സറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം, കോർ കൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം 8 കോർ CPU-വും 10 കോർ GPU കോഴ്സുമാണ് ഉള്ളത്. എൻട്രി ലെവൽ MacBook Airലുള്ള ആ ഒരു M2 പ്രൊസസ്സർ എന്ന് പറയുന്നത് 8 കോർ CPU-വും 8 കോർ GPU-ഉം 2 GPU കോഴ്സിൻ്റെ കുറവുണ്ട്. ഇതിൽ ഈ CPU-ൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 4 ഹൈ എഫിഷ്യൻസി കോറും 4 ഹൈ പെർഫോമൻസ് കോറുമാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലാതെ തന്നെ നമുക്കൊരു സെപ്പറേറ്റ് ന്യൂറൽ യൂണിറ്റ് നമ്മുടെ SoC-ക്കകത്തുണ്ട്. അതായത് നമ്മളുടെ വീഡിയോ അനലൈസ്, വോയിസ് റെക്കഗ്നേഷൻ, മെഷീൻ ലേണിങ്ങിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയാണ് ന്യൂറൽ എഞ്ചിൻ കൊടുത്തത്. അതിൽ 16 കോർ ന്യൂറൽ എഞ്ചിനാണ് നമ്മുടെ M2ൽ വന്നിരിക്കുന്നത്. അതിപ്പം ഓൾ അക്രോസ് നമ്മുടെ M2ൻ്റെ എല്ലാ മോഡൽസും എടുത്ത് നോക്കിയാൽ M2 Pro ആയാലും Max ആയാലും നമുക്ക് 16 കോർ ന്യൂറൽ എഞ്ചിനാണ് വരുന്നത്. പിന്നീട് ഇതിൻ്റെ റാമിൻ്റെ സപ്പോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അപ് ടു 24 GB റാം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. പ്രീവിയസിലുണ്ടായിരുന്ന M1-നേക്കാളും ഇതിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് 20 മില്യൺ ട്രാൻസിസ്റ്റേഴ്സാണ് നമ്മുടെ M2 ബേസ് മോഡൽ പ്രോസസ്സറിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് പ്രീവിയസിലുണ്ടായിരുന്ന M1-ൻ്റെ 66 GB ആയിരുന്നു അതിൻ്റെ മെമ്മറി ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. പക്ഷേ പുതിയ M2 SoC-യിൽ നമുക്ക് 100 GB/s ആണ് ഇതിൻ്റെ മെമ്മറി ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് ഹയർ ആണ് കമ്പയറിംഗ് ടു ബേസ് മോഡൽ M1. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബേസ് മോഡൽ M2 പ്രോസസ്സറിൽ വരുന്നത്. ഇനി M2 Proൻ്റെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് വരുന്നത് 10 കോർ CPU-വും അതോടൊപ്പം തന്നെ 16 കോർ GPU ആണ് വരുന്നത്. പക്ഷേ ഇതിൽ ഈ ഒരു CPU കോറിൻ്റെയും GPU കോറിൻ്റെ കൗണ്ടിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഇൻക്രിമെൻ്റ് ഉണ്ട്. നമുക്ക് അപ് ടു 12 കോർ CPU-യിലേക്കും അതോടൊപ്പം തന്നെ 19 കോർ GPU-യിലേക്കും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മെമ്മറി ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് M2-ൽ നമുക്ക് 100 GB/s ആയിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് 200 GB/s ആണ് ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ റാം സപ്പോർട്ടിൻ്റെ കാര്യത്തിലും ഇൻക്രിമെൻറ്റ്സ് ഉണ്ട്. 32 GB വരെയുള്ള റാം നമുക്ക് സപ്പോർട്ടബിൾ ആണ്. പിന്നീട് ഒരു കാര്യമായിട്ടുള്ള ഇൻക്രിമെൻറ്റ് വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിലാണ്. M2-ൽ 20 മില്യൺ ആയിരുന്നു, ഇതിൽ 40 മില്യൺ ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ആൻഡ് ഏറ്റവും അവസാനം ആപ്പിൾ കൊണ്ടുവന്നതാണ് M2 Max. ഇത് നമ്മളുടെ 16 ഇഞ്ച് MacBook Proയിലും അതോടൊപ്പം തന്നെ 14 ഇഞ്ച് MacBook Proൻ്റെ ഏറ്റവും ടോപ്പ് വെർഷൻ, ഹയർ എൻഡ് വെർഷനിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു M2 Max ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതിൽ വരുന്നത് 12 കോർ CPU-യും അതോടൊപ്പം തന്നെ 38 കോർ GPU ആണ് വരുന്നത്. GPU ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ബൂസ്റ്റഡ് പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു M2 Max എന്ന് പറഞ്ഞ പ്രോസസ്സറിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം M2 Proയിലുള്ള പോലെ തന്നെ 12 കോർ CPU ആണ് ഇതിൽ. പക്ഷേ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലാണ് കാര്യമായിട്ടുള്ള ഇൻക്രിമെൻറ്റ് വരുന്നത്. അതും ഏറ്റവും ടോപ്പ് എൻഡ് മോഷനാണ് ഈ ഒരു 38 കോർ GPU വരുന്നത്. ഈ ഒരു M2 Max പ്രീവിയസിലുണ്ടായിരുന്ന M1 Max-ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓവറോൾ ഒരു 20% CPU പെർഫോമൻസും 30% GPU പെർഫോമൻസ് ഇൻക്രിമെൻ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇത്രയധികം GPU കോർ കൗണ്ട് ഉള്ളതുകൊണ്ടാണ്. കാരണം 38 GPU അല്ലെങ്കിൽ 38 കോർ GPU എന്ന് പറയുന്നത് വലിയൊരു നമ്പർ തന്നെയാണ്. അതിൻ്റെ ആ ഒരു പെർഫോമൻസ് ഡിഫറൻസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. കാരണം ഈ ഒരു M2 Max പ്രോസസ്സറിൽ അടങ്ങിയിരിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 67 മില്യൺ ട്രാൻസിസ്റ്റേഴ്സാണ്. അതെന്ന് പറയുന്നത് പ്രീവിയസിലുണ്ടായിരുന്ന M1 Max-നേക്കാളും 10% കൂടുതലാണ്. സോ ഈ 3 SoCs M2, M2 Pro, M2 Max ഈ 3 SoCs ആയിരുന്നു കഴിഞ്ഞ ദിവസം മാക്കിൻ്റെ കൂടെ ഇത് റിലീസ് ചെയ്തത്. ഇനി നമ്മുടെ മാക്കിലേക്ക് വരുമ്പോൾ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാക് മിനിന്ന് സ്റ്റാർട്ട് ചെയ്യാം.
മാക് മിനിയിൽ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. കാരണം ഇതിൻ്റെ പ്രൈസിൽ കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസ് കഴിഞ്ഞ വർഷത്തെ പ്രൈസുമായിട്ട് വന്നിട്ടുണ്ട്. 10,000 രൂപ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ബേസ് മോഡൽ M1 മാക് മിനി സ്റ്റാർട്ട് ചെയ്യുന്നത് 70,000 രൂപീസിനായിരുന്നു. പക്ഷേ ഈ വർഷം ബേസ് മോഡൽ M2 മാക് മിനി സ്റ്റാർട്ട് ചെയ്യുന്നത് 60,000 അതോടൊപ്പം തന്നെ നമുക്കിപ്പം സ്റ്റുഡൻറ്റ് ഓഫേഴ്സ്, കോളേജിൽ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ഓഫേഴ്സും ഉണ്ട്. അതിൽ നമുക്കൊരു 10,000 കൂടെ നമുക്ക് ഇനിയും ഡിസ്കൗണ്ട് കുറയ്ക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ HDFC അങ്ങനെയുള്ള ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ ഒരു 10,000 കുറയ്ക്കാൻ സാധിക്കും. ഇതിൽ ഈ പ്രൈസ് കുറവ് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ പുറകിലൊരു ചെറിയ ക്യാച്ച് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബേസ് മോഡൽ മാക് മിനിയിൽ വരുന്ന സ്റ്റോറേജ് SSD സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 256 പക്ഷേ അത് സിംഗിൾ നാൻഡ് സ്റ്റോറേജ് ആണ്, അല്ലെങ്കിൽ ചിപ്പാണ് വരുന്നത്. അതായത് 256ൻ്റെ ഒരൊറ്റ സ്റ്റോറേജ് ചിപ്പാണ് ഇതിൽ വരുന്നത്. പ്രീവിയസ്ലി M1 ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതെന്ന് പറയുന്നത് ഡ്യുവൽ നാൻഡ് ചിപ്പായിരുന്നു. അതായത് 128ൻ്റെ 2 ചിപ്പുകൾ അല്ലെങ്കിൽ സ്റ്റോറേജ് SSD ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹയർ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡായിരുന്നു. പക്ഷേ ഇത് സിംഗിൾ നാൻഡ് ചിപ്പ് ആയതുകൊണ്ട് തന്നെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ്, ഫയൽ റീഡ് ചെയ്യുന്ന റൈറ്റ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നോക്കുമ്പം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന, നിങ്ങളൊരു മാക് മിനി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ബേസ് മോഡൽ മാക് മിനി ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ അതിൽ 512 GB ഒരു മാക് മിനി സെലക്ട് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് ആപ്റ്റ് എന്ന് പറയുന്നത്. കാരണം സിംഗിൾ അല്ല വരുന്നത്. 512 ആകുമ്പം 256ൻ്റെ ഡ്യുവൽ നാൻഡ് ചിപ്പാണ് വരുന്നത്. പിന്നെ മാക് മിനിയിൽ വരുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ M2 Pro വരുന്ന മാക് മിനി. M2 Proയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രോ സീരീസിൽ അല്ലെങ്കിൽ ലൈനപ്പിൽ ഒരു മാക് മിനി വരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണും പൂട്ടി ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് മാക് യൂസ് ചെയ്യണം, അതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു എൻട്രി പോയിൻ്റാണ് ഈ ഒരു മാക് മിനി. എസ്പെഷ്യലി നിങ്ങളൊരു PC യൂസർ ആണെന്നുണ്ടെങ്കിൽ, PC യൂസർ ആകുമ്പോൾ ഓൾറെഡി നിങ്ങൾക്കൊരു മോണിറ്റർ കാണും, കീബോർഡ് മൗസ് കാണും, കാര്യങ്ങളൊക്കെ കാണും. മാക് മിനി എന്ന് പറയുമ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് പുറകിൽ നമ്മുടെ IO പോർട്ടുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ CPU എന്ന് പറയുന്നത്. അപ്പോൾ PC ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പെറിഫറൽസ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു അടിപൊളി മാക് എക്സ്പീരിയൻസ് ലഭിക്കുന്നതായിരിക്കും. ഇതിൽ ബേസ് മോഡൽ മാക് മിനി അല്ലെങ്കിൽ M2 മാക് മിനിയും M2 Pro മാക് മിനിയും തമ്മിൽ വ്യത്യാസം ഫിസിക്കലി ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് M2 Pro മാക് മിനിയിൽ ഇപ്പം ഇവിടെ കാണുന്ന 2 തണ്ടർബോൾട്ട് പോർട്ടാണ്. പക്ഷേ M2 Pro മാക് മിനിയിലേക്ക് വരുമ്പോൾ നമുക്ക് 4 തണ്ടർബോൾട്ട് പോർട്ട്, 4 USB Type-C പോർട്ട് ലഭിക്കുന്നതായിരിക്കും. അതാണ് ആകെ വരുന്ന ഒരു ഡിഫറൻസ്. ബാക്കിയെല്ലാം സെയിം ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ HDMI പോർട്ട് ഉണ്ട്, അതോടൊപ്പം തന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്ക് പോർട്ടുണ്ട്, 2 USB Type-A പോർട്ടുണ്ട്, ഗിഗബിറ്റ് എതർനെറ്റ് പോർട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കണക്ടിവിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് Wi-Fi 6E ആണ് കൊടുത്തിരിക്കുന്നത്. അത് 4 മോഡൽസിനും, അതായത് മാക്ബുക്ക് പ്രോ 16 ഇഞ്ചിനും 14 ഇഞ്ചിനും നമുക്ക് ഇത് തന്നെയാണ് കൊടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ ബ്ലൂടൂത്ത് 5.3 ആണ് എല്ലാ മാക്കിലും വന്നേക്കുന്നത്. ആൻഡ് ഇത് ഫ്യൂച്ചർ പ്രൂഫിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വന്നേക്കുന്ന മറ്റൊരു വലിയ അഡീഷൻ എന്ന് വെച്ചാൽ M1 ബേസ് മോഡൽ മാക്കിൽ നമുക്ക് 2 ഡിസ്പ്ലേസ് അപ് ടു 2 ഡിസ്പ്ലേസ് കണക്ട് ചെയ്യാം. ഇനി M2 Pro മാക് മിനിയിൽ നമുക്ക് അപ് ടു 3 ഡിസ്പ്ലേസ് നമുക്ക് കണക്ട് ചെയ്യാം. അതും 144 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ഉള്ളതും അതോടൊപ്പം തന്നെ 240 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേസും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നീട് വന്നാണ് നമ്മുടെ മാക്ബുക്ക് പ്രോ 14 ഇഞ്ച് ആൻഡ് 16 ഇഞ്ച്. അതിന് ഫിസിക്കലി യാതൊരു ഡിഫറൻസും ഇല്ല. നിലവിൽ 14 ഇഞ്ചും 16 ഇഞ്ച് മാക്ബുക്ക് പ്രോ എങ്ങനെയാണോ അത് തന്നെയാണ്. സെയിം സിൽവർ ആൻഡ് സ്പേസ് ഗ്രേ കളർ രണ്ടും ഉണ്ട്. ഇതിൽ നമുക്കറിയാം പോർട്ടുകൾ നമുക്ക് ആവശ്യത്തിന് പ്രോ ലെവൽ യൂസേഴ്സിന് ആവശ്യത്തിനുള്ള പോർട്ടുകളാണ്. 3 തണ്ടർബോൾട്ട് പോർട്ട്, ഒരു SD കാർഡ് പോർട്ട്, 3.5mm ഹെഡ്ഫോൺ ജാക്ക്, HDMI പോർട്ട്, അതോടൊപ്പം തന്നെ നമുക്കൊരു അഡീഷണൽ MagSafe 3 പോർട്ടും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം നിലവിലുള്ള പോലെ തന്നെയാണ് ആ ഒരു ഡിഫറൻസ്. ആകെ വ്യത്യാസം വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ M2 Pro ആഡ് ചെയ്തു, അതോടൊപ്പം തന്നെ M2 Max പ്രോസസ്സറും ആഡ് ചെയ്തേക്കുന്നു. ഇതിൻ്റെ എല്ലാം പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ ആപ്പിളുടെ ഇന്ത്യൻ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് apple.in എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിൽ പോയി അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ അറിയാവുന്നതാണ്. ആൻഡ് ഏറ്റവും അവസാനം ഇന്നലെ ബുധനാഴ്ച റീഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ പ്രോഡക്റ്റാണ് HomePod സെക്കൻഡ് ജനറേഷൻ. ആദ്യമേ ഫസ്റ്റ് ജനറേഷൻ എങ്ങനെയായിരുന്നു ഇന്ന് അതേ സൈസിലും അതേ രൂപത്തിലുമാണ് നമ്മളുടെ സെക്കൻഡ് ജനറേഷൻ HomePod വന്നിരിക്കുന്നത്. ആ ഒരു ടവർ ഡിസൈനാണ്. പക്ഷേ പ്രീവിയസ്ലി ഉണ്ടായിരുന്നേക്കാളും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ആ ഒരു കമ്പ്യൂട്ടേഷണൽ ഓഡിയോ, അതിൻ്റെ സ്പീക്കേഴ്സ്, വൂഫേഴ്സ്, ട്യൂറ്റേഴ്സ് എല്ലാം ബെറ്റർ ആക്കിയിട്ടുണ്ട്. അതിൽ ആദ്യം നമ്മൾ ആ ഒരു കാഴ്ചയിൽ എടുത്തു പറയുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന HomePodന് അത് സെൻട്രലിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മുടെ HomePod മിനി എങ്ങനെയാണുള്ളത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ മാറാത്ത ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസാണ്. കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു HomePod അട്ടർ ഫെയിലിയർ ആയതിൻ്റെ അല്ലെങ്കിൽ അത്ര എറിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസ് തന്നെയായിരുന്നു. കാരണം ആർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലല്ല ആ ഒരു HomePod വന്നിരുന്നത്. $299. ഇവിടെ ഇന്ത്യയിൽ നമുക്ക് 32,000 രൂപയാണ് ആ ഒരു HomePodൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ആദ്യത്തെ ഒരു
മെയിൻ അട്രാക്റ്റീവ് കാര്യം എന്ന് പറയുന്നത് 4 ഇഞ്ചിൻ്റെ ഹൈ എക്സ്കേർഷൻ വൂഫേഴ്സാണ്. അതോടൊപ്പം തന്നെ 5 ട്യൂട്ടേഴ്സാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. 5 ട്യൂട്ടേഴ്സ്, അതോടൊപ്പം തന്നെ 4 മൈക്രോഫോൺസ്. അതിൽ വെളിയിൽ കൊടുത്തിരിക്കുന്ന മൈക്രോഫോൺസിൻ്റെ എണ്ണമാണ് ഈ 4 അകത്തും ഇൻറ്റേർണലിയും ആപ്പിൾ ഇതിനകത്ത് മൈക്രോഫോൺസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഒരു ഭിത്തിയോട് ചേർത്താണ് ഈ ഒരു ഹോം പോഡ് വെച്ചേക്കുന്നതെങ്കിൽ അതിൽ തട്ടിയിട്ട് വരുന്ന സൗണ്ട് അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്തിട്ട് അതിനെ മെഷർ ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മളുടെ ഈ ഒരു ഓഡിയോ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അകത്ത് ഇൻറ്റേർണലി മൈക്രോഫോൺസ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ എല്ലാം സഹായത്തോടെയും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടേഷണൽ ഓഡിയോയുടെയും സഹായത്തോടെ നമ്മൾ എവിടെയാണോ ഈ ഒരു ഹോം പോഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ റൂമിന് വരുന്ന രീതിയിൽ അതിനെ സെൻസ് ചെയ്തിട്ട് അതിനെ കാലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഹോം പോഡ് എപ്പോഴും. ഇതോടൊപ്പം തന്നെ അഡീഷണലി കൊണ്ടുവന്നിരിക്കുന്ന മറ്റു അടിപൊളി സെൻസേഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി ആൻഡ് ടെമ്പറേച്ചർ സെൻസറുണ്ട്. അതായത് നമുക്ക് ഹ്യൂമിഡിറ്റിയും നമ്മുടെ ആ റൂം ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും സെൻസ് ചെയ്ത് നമുക്ക് അതിന് ഉള്ള ഡീറ്റെയിൽസും അതിൻ്റെ വിവരങ്ങളും ഒക്കെ നമുക്ക് തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ചിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ വാച്ചിൽ വന്നിരിക്കുന്ന പോലെ S7 ചിപ്പാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. S7 നമുക്കറിയാം പ്രീവിയസിൽ ഉണ്ടായിരുന്ന വാച്ച് സീരീസ് 7 ഉണ്ടാക്കുന്ന ചിപ്പായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഹോം ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കറായിട്ടൊന്നും യൂസ് ചെയ്യാൻ സാധിക്കില്ല. വല്ലയിടത്തും കൊണ്ടുപോയി നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോയി യൂസ് ചെയ്യുന്ന സാധനമല്ല. അത് നമ്മുടെ റൂമിൽ തന്നെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് ആക്ച്വൽ പവറിൽ കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. പക്ഷേ നിങ്ങൾ ഐഫോണും ആപ്പിളും മാക്കും ആപ്പിൾ TV ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഐഫോണും ഐപാഡും ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ നോക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹോം പോഡ് മിനി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ 2023 ഏറ്റവും ആദ്യമായിട്ട് ആപ്പിൾ ലോഞ്ച് ചെയ്ത പുതിയ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. കാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.